പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ക്രിസ്തുയേശുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് നല്ല ഫലം ഏത്, ആകാത്ത ഫലം ഏത്. നമുക്കൊരു വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകും. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിരികളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെ നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിനെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്തു പറയും. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യരോട് തുല്യരാകും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, നമുക്കിവിടെ ചിന്തിക്കുവാനുള്ളത് നമ്മുടെ രക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പുകാരനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ വ്യക്തമായൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ലോകത്തിലുള്ള സകല മനുഷ്യർക്കും നമുക്കെല്ലാവർക്കും ഇത് ബാധകമാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഒന്നും ചിന്തിക്കുന്നില്ലെങ്കിൽ നമുക്കെങ്ങനെ ഒരു നല്ല ഫലം ആകുവാൻ സാധിക്കും? അപ്പോസ്തലന്മാരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നത് കൊണ്ട് എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അപ്പോൾ അപ്പോസ്തലന്മാർ ഫലം കായ്ച്ചവരാ. ഫലം എന്തായിരുന്നു? കർത്താവായ യേശു ഒറ്റയ്ക്ക് ഇറങ്ങി വന്നിട്ട് കടപ്പുറത്ത് ഗലീല കടപ്പുറത്ത് വല നന്നാക്കിക്കൊണ്ടിരുന്ന തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്നു മുതൽ മനുഷ്യരെ പിടിക്കുന്നവരാവും. അപ്പോൾ അവർ എന്ത് പിടുത്തക്കാരായിരുന്നു? അവർ മീൻപിടുത്തക്കാരായിരുന്നു. ആ മീൻപിടുത്തക്കാരായ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്നു മുതൽ മനുഷ്യരെ പിടിക്കുന്നവരാവും. കർത്താവായ യേശു ഒറ്റയ്ക്കാണ് വന്നത്. അപ്പോൾ ആ യേശു വന്ന് പറഞ്ഞപ്പോൾ 12 പേരായി. ആ 12 പേര് യേശുവിൻ്റെ കൂടെ ആയിരുന്നു. അങ്ങനെ ആ 12 പേരിൽ നിന്നും 120 പേരായി. അങ്ങനെ ആ 120 പേരിൽ നിന്നും 3120 പേരായി. 3120 പേരിൽ നിന്നും 8120 പേര്. അങ്ങനെ വളർന്നു. അപ്പോൾ വളരെ ഫലം. സത്യത്തിൽ ഫലം എന്ന് പറഞ്ഞാൽ അതാ. നമ്മൾ ഒരു തേങ്ങ കൊണ്ടുപോയി കുടിച്ചിട്ടു, അത് വളർന്നു, അത് മുളച്ചു വന്നു, അതിന് വളമിട്ട് കൊടുത്തു, വെള്ളം ഒഴിച്ചു കൊടുത്തു, കിളച്ചു കൊടുത്തു, തടവെടുത്ത് കൊടുത്തു. അങ്ങനെ ഓരോ വർഷവും അതിനെ പരിപാലിച്ചു, വളർത്തി വന്നു. അതൊരു 5-6 വർഷം കഴിഞ്ഞപ്പോൾ അതിന് കുല വന്നു, അത് ചൊട്ടയായി, അതിൽ നിന്നും പിന്നെ വെള്ളക്കായായി, പല വെള്ളക്കാവുണ്ടായി. അങ്ങനെ 10, 20, 30, 50, 100 വെള്ളക്കാവരായി. ഇതാണ് സംഭവം. ഇതുപോലെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഒരുവൻ വിത്ത് വിതയ്ക്കായി വന്നു. വിത്ത് വിതച്ചപ്പോൾ ചിലത് വഴിയരികിൽ വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളിൻ്റെ ഇടയിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. അപ്പോൾ നല്ല നിലത്ത് വീണത് വളർന്നു, അത് ഫലമുണ്ടായി. വഴിയരി വീണത് ആൾക്കാരുടെ ചവിട്ടുകൊണ്ട് അത് കിളുത്ത് വരാൻ സാധിച്ചില്ല, അതിനെ പറവയാതി കൊത്തിയെത്തുന്നു. പാറപ്പുറത്ത് വിതച്ചത് പെട്ടെന്ന് അത് വിത്തായി. പക്ഷേ വെയിലിന് ചൂട് തട്ടിയപ്പോൾ പാറയ്ക്ക് ചൂട് തട്ടിയപ്പോൾ അത് കരിഞ്ഞുപോയി. മുള്ളിനിടയിൽ വീണതോ അത് വളർന്നു വന്നപ്പോൾ മുള്ളു വളർന്നു, അതിനെ ഞെരുക്കി നിഷ്ഫലമാക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നല്ല നിലം എന്താണ്. നല്ല നിലം നമ്മുടെ ഹൃദയമാണ്. അപ്പോൾ നമ്മുടെ ഹൃദയം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്കുള്ള പണി നമ്മുടെ ഹൃദയം ഒരുക്കി കൊടുക്കുക. വിത്ത് വിതറി ആ വിത്തിനെ വളർന്നു വരാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. സ്തോത്രം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കതിനകത്ത്
പ്രാർത്ഥന, വചനധ്യാനം, പരസ്പരം സ്നേഹം, സന്തോഷം, ഞെരുക്കത്തിൽ കൂടിയാണെങ്കിലും സന്തോഷിക്കുക. അങ്ങനെ മുന്നോട്ട് നമ്മൾ വരുമ്പോൾ ആത്മീകമായ ഒരു പ്രവർത്തന രീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആത്മീകമായ ഒരു പ്രവർത്തന രീതി. പ്രവർത്തിക്കണം. പ്രവൃത്തിയില്ലാതെ നമുക്ക് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ? ആദ്യമായിട്ടൊരു സൈക്കിളിൽ ചവിട്ട് പഠിക്കാൻ വന്ന കുഞ്ഞെങ്ങനെയായിരിക്കും? പല പ്രാവശ്യം വീണ്ടും അവന് ചവിട്ടണം. അവനങ്ങനെ ചവിട്ടി പല പ്രാവശ്യം വീണും എഴുന്നേറ്റും ചിലപ്പോൾ കൈ ഒന്ന് പൊട്ടി, പിന്നെ കാല് പൊട്ടി. ഇതെല്ലാം അവൻ എന്ത് ചെയ്ത്? അതൊന്നും വകവെക്കാതെ അവൻ തന്നെ മുന്നോട്ട് പോയി. അങ്ങനെ ചവിട്ടി അവൻ നല്ല സ്പീഡിൽ സൈക്കിൾ ചവിട്ടുന്നൊരു വിദ്യാർത്ഥിയായി മാറി. അപ്പോൾ അത് പരിശീലനമുണ്ട്. അതേപോലെ പൗലോസ് അപ്പോസ്തലൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ശരീരാഭ്യാസം അല്പപ്രയോജനം, പക്ഷെ ദൈവഭക്തിയോ അത് അഭ്യസിക്കണം. അതും അഭ്യസിക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പ്രാവർത്തികമാക്കണം. നമുക്ക് തന്നിരിക്കുന്ന പ്രമാണം എന്താണെന്ന് നമ്മൾ നോക്കണം. എല്ലാം കൂടി വാരിക്കൂട്ടി നമ്മൾ എടുക്കുന്നതല്ല കാര്യം. നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളൊരു വിവാഹ വീട്ടിൽ ചെന്നാൽ നമ്മളെ ക്ഷണിച്ചിട്ടാണ് നമ്മൾ ചെന്നിരിക്കുന്നത്. പക്ഷെ നമ്മുടെ മുമ്പിൽ ഒത്തിരി അധികം സാധനം കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വിളമ്പി ചിലപ്പോൾ വെക്കും. പക്ഷെ നമുക്കിതെല്ലാം വേണ്ടുന്നതല്ലായിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എടുക്കാവൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും നമ്മുടെ വയറിനും നമ്മുടെ ശരീര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ നമുക്ക് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പരുവത്തിന് കഴിക്കാവുന്ന മാത്രമേ നമ്മൾ കഴിക്കാവുള്ളൂ. കൂടുതൽ കഴിച്ചാലോ നമുക്ക് എന്ത് പറ്റും? നമുക്ക് അബദ്ധം പറ്റും. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളൊന്ന് മനസ്സിലാക്കണം. നല്ല ഫലമുണ്ട്, ആകാത്ത ഫലമുണ്ട്. ഇവിടെ എബ്രായ ലേഖനത്തിൻ്റെ ഭാഗം പറയുന്നുണ്ട്, മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അതുകൊണ്ട് എന്ത് പ്രയോജനം? നമുക്ക് വേണമെങ്കിൽ ആ ഒരു വാക്യം വായിക്കാം. എബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു. ചുട്ടുകളകാത്ര അതിൻ്റെ അവസാനം. അപ്പം മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് നല്ല ഫലം കിട്ടാത്തത് കൊണ്ട് അതിനെ ചുട്ടുകളകാത്ര അതിൻ്റെ അവസാനം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതേപോലെ ഫലമുണ്ട്, പക്ഷേ ആകാത്ത ഫലമാണെങ്കിലോ അതുകൊണ്ട് എന്ത് പ്രയോജനം? കാരണം മത്തായിയിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടും. ഈ നല്ല വൃക്ഷത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇന്ന് ആഗോളതലത്തിൽ നോക്കിയാൽ ഇന്നത്തെ സംഘടനകളിൽ പഠിപ്പിക്കുന്ന പഠനങ്ങൾ അത് ക്രിസ്തുവിൻ്റെ ഉപദേശമല്ല. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിന് വിപരീതമായൊരു ഉപദേശമാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, അത് വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവ്, വേറൊരു ക്രിസ്തു. അപ്പോൾ അത് നല്ല ഫലം അതിന് കായ്ക്കാൻ സാധിക്കത്തില്ല. ആകാത്ത ഫലമേ അതിൽ നിന്ന് കിട്ടത്തുള്ളൂ. കാരണം എന്താ? കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന പ്രമാണത്തിലല്ല ഇന്ന് സഭകൾ പോകുന്നത്. കർത്താവ് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പോസ്തലന്മാരോട് എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പോസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. എന്ത് പ്രസംഗിക്കണം? സുവിശേഷം പ്രസംഗിക്കണം. ഇന്ന് സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടോ? ഇന്നത്തെ പ്രസംഗം നമ്മൾ ശ്രദ്ധിച്ചാൽ സുവിശേഷം ആകുന്നോ? അല്ല. ഇന്ന് സുവിശേഷമല്ല. സുവിശേഷം എന്താണ്? അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്ത യേശു ക്രിസ്തുവിനെ ഓർത്തോളൂ. അതാണ് എൻ്റെ സുവിശേഷം. അപ്പോൾ പറയും ദൈവരാജ്യ സുവിശേഷവും പറയണം. നമുക്ക് യേശുക്രിസ്തുവിനെ നമ്മൾ വെളിപ്പെടുത്തുകയും വേണം. യേശുക്രിസ്തുവിനെ അനുസരിച്ചാൽ നമുക്ക് ദൈവരാജ്യത്തിൽ പോകാമെന്നുള്ള ആ സുവിശേഷം കൂടെ പറയണം. അതും പറയണം. അതിനെന്ത് പറയണം?
കാലം തികഞ്ഞു. ഏത്? നമ്മുടെ മുമ്പിൽ സമയമില്ല. കർത്താവിൻ്റെ വരവ് എത്രയും ആസന്നമായി. അതുകൊണ്ട് കാലം തികഞ്ഞു. കർത്താവ് പറഞ്ഞ ഭാഷയിൽ തന്നെ പറയാം, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. എവിടെയാണ് ഏതാണ് ദൈവരാജ്യം? സ്വർഗരാജ്യം. നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള സമയം അടുത്ത്. തൻ്റെ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിനെ ഇപ്പോൾ തന്നെ അയക്കാൻ പോകുന്നു. ആര്? പിതാവ്. എന്തിനയക്കാൻ പോകുന്നു? ഈ ഭൂമിയിലായിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് പറയുന്നു? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് എന്തിൽ വിശ്വസിക്കണം? സുവിശേഷത്തിൽ വിശ്വസിക്കണം. സുവിശേഷം ആരാണ്? ക്രിസ്തുവാണ്. ആരാണ്? യേശു ക്രിസ്തു. അതാണ് പൗലോസ് പറഞ്ഞത്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്ത യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാണ് എൻ്റെ സുവിശേഷം എന്നാണ്. അപ്പൊ ശരിയായില്ലേ? അപ്പൊ ദൈവരാജ്യ സുവിശേഷവും പറയണം, യേശു ക്രിസ്തുവിനെയും പറയണം. അപ്പൊ ദൈവരാജ്യ സുവിശേഷം. ഇനി ദൈവരാജ്യത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരോട് പറയാനുള്ളത് എന്താണ്? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളും ശിഷ്യരാക്കിക്കൊള്ളും. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടിയുണ്ട്. അപ്പം ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ സങ്കീർത്തനം വായിച്ചും നെഹമ്യാവിൻ്റെ പുസ്തകം വായിച്ചും അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം വായിച്ചും അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം വായിച്ചും അല്ലെങ്കിൽ പ്രവചന പുസ്തകങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തിൽ പോകുന്നില്ല. നമ്മൾക്ക് ഭക്ഷിക്കുവാനുള്ള ആഹാരം വേണം. വീണ്ടും ജനിച്ച കുഞ്ഞായ ശിശു നമ്മുടെ ഉള്ളിൽ വളരുമ്പോൾ ജനിച്ച കുഞ്ഞിന് വളരുവാനുള്ള ഫുഡ് കൊടുക്കണ്ടേ? ആ ഫുഡ് എന്താണ്? ആ ഫുഡല്ലേ നിത്യജീവന്റെ മൊഴി. അതല്ലേ കർത്താവും അപ്പോസ്തലന്മാരും പറഞ്ഞ വചനം. അതാണ് വചനം. കർത്താവ് പറഞ്ഞല്ലോ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, പിന്നെയോ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പറഞ്ഞ സകല വചനത്താൽ ജീവിക്കും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രമാണമുണ്ട്. കാരണം ദൈവം കാലാകാലങ്ങളിൽ പ്രമാണം കൊടുത്തിരുന്നു. ഓരോ കാലഘട്ടത്തിലും ദൈവം പ്രമാണം കൊടുത്തിരുന്നു. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രമാണമുണ്ട്. ആ പ്രമാണമാണ് ഇന്ന് ലോകം മുഴുവനിലുള്ള ജനങ്ങൾക്ക് കൊടുക്കേണ്ടത്. അതാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, എത്രയും വേഗത്തിൽ നമുക്കൊരു മടങ്ങി വരവ് ആവശ്യമാണ്. ആ മടങ്ങി വരേണ്ടത് നമ്മൾ എങ്ങോട്ടാണ് നമ്മൾ മടങ്ങി വരേണ്ടത്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉപദേശത്തിലേക്കാണ്. അത് വ്യക്തമായിട്ട് 2 യോഹന്നാൻ 8 മുതൽ പറയുന്നത്, ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടത് സൂക്ഷിച്ചോളുവിൻ. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അത് കടന്നു പോകുന്ന ഒരുത്തരം ദൈവമില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് ലോകം മുഴുവനുമുള്ള സംഘടനകളും ഒന്നും ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലല്ല. ഇന്ന് അവരുടെ ഇഷ്ടത്തിന് കൊണ്ടുപോവുകയാണ്. എന്തെങ്കിലും ഇന്ന് ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നടക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു കൂട്ടായ്മകളിൽ ക്രിസ്തുവിൻ്റെ ഉപദേശപ്രകാരം പോകുന്നുണ്ടോ? അവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞുള്ള ഒരു ആരാധനയ്ക്ക് വേണ്ടി അവർ കാത്തിരിക്കുന്നുണ്ടോ? പുസ്തകത്തിലെ പാട്ടുപാടി ആരാധിക്കണമെന്ന് അവർ ഒരു പാരമ്പര്യത്തിൽ പോവുകയാണ്. പുസ്തകത്തിലെ പാട്ടുപാടി ആരാധനയായിട്ട് അവർ സങ്കല്പിക്കുന്നു. പുസ്തകത്തിലെ പാട്ടുപാടി കൈകൊട്ടുമ്പോൾ ബഹളം ഉണ്ടാകുമ്പോഴൊക്കെ അത് ആരാധനയാണെന്ന് സങ്കല്പിക്കുന്നു. അല്ലാതെ ആത്മാവ് നിറഞ്ഞുള്ള ആരാധന അല്ലല്ലോ. ഇനി തിരുവത്താഴം നടത്തുന്നത് എപ്പോഴാണ്? തിരുവത്താഴം അപ്പോസ്തലന്മാരും കർത്താവും നടത്തിയത് എപ്പോഴാണ്? നമ്മൾ നോക്കണ്ടേ? അതുപോലെ ക്രിസ്തുവിൻ്റെ ഉപദേശപ്രകാരമാണോ ആ തിരുവത്താഴം എടുക്കുന്നത്? കത്തോലിക്ക പള്ളി കുർബാനയോടുകൂടി ഓസ്തി കൊടുക്കുന്നത് പോലെ നമ്മുടെ കൂട്ടായ്മയിൽ നമ്മൾ അതിനോടുകൂടി പ്രാർത്ഥനയോടുകൂടി അല്ലെങ്കിൽ ആരാധനയോടുകൂടി അപ്പം നുറുക്ക് നടത്തുന്നു. ഇതിനൊക്കെ വ്യവസ്ഥയുണ്ട്. എല്ലാത്തിനും വ്യവസ്ഥയുണ്ട്. നമ്മൾ വ്യവസ്ഥയിലാണ് നിൽക്കേണ്ടത്. അല്ലാതെ നമ്മുടെ രീതിക്ക് ദൈവം വരുന്നില്ല. ദൈവം നമ്മുടെ ഇഷ്ടത്തിനല്ല ദൈവം വരുന്നത്. ദൈവത്തിനൊരു ഇഷ്ടമുണ്ട്, ദൈവത്തിനൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയിലേക്ക് നമ്മളാണ് വരേണ്ടത്, നമ്മളാണ് അങ്ങോട്ട് ചെല്ലേണ്ടത്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് നടക്കുന്ന കൂട്ടായ്മകളൊന്നും ക്രിസ്തുവിൻ്റെ ഉപദേശപ്രകാരമല്ല. അതുകൊണ്ടാണ് നല്ല ഫലം കായ്ക്കാത്തത്. ഇന്ന് നമ്മൾ പരസ്പരം കാണുമ്പോൾ നമ്മുടെ വിശ്വാസികളെ സംബന്ധിച്ച് നോക്ക്. വിശ്വാസികൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്ക്.
എവിടെയാണ് അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ നടന്നതുപോലുള്ള ദൈവസ്നേഹത്തിൽ നടക്കുന്നത് എവിടെയാണ്? ഇന്ന് ഏത് കൂട്ടായ്മയിലെ സ്നേഹമില്ല. കാരണം എന്താ? ക്രിസ്തുവിൻ്റെ ഉപദേശമില്ല. പൗലോസ് അപ്പോസ്തലൻ എഴുതിയിട്ടുണ്ട്, വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമുണ്ട്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം മുതൽ ഒന്ന് വായിച്ചു നോക്കും. ക്രിസ്തുവിൽ വല്ല പ്രബോധനമുണ്ടോ? ആത്മാവിൻ്റെ വല്ല ആശ്വാസമുണ്ടോ? സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസം ഉണ്ടാകുന്നുണ്ടോ? വല്ല ആദരവും മനസ്സലിവും ഉണ്ടോ? അതില്ലാത്ത പാട്ട് പിന്നെ എങ്ങനെയാണ്? ക്രിസ്തുവിൻ്റെ ഉപദേശമില്ലാത്ത സ്ഥലത്ത് പിന്നെ എങ്ങനെയാണ് സ്നേഹം ഉണ്ടാകുന്നു? അപ്പോൾ അതുകൊണ്ട് ഇന്ന് കാണുന്ന ഓരോ കൂട്ടായ്മകളെയും നമുക്ക് ക്രിസ്തുവിൻ്റെ ഉപദേശപ്രകാരമാണ് പോകണമെന്ന് പറയാൻ പറ്റത്തില്ല. അതിൻ്റെതായ ബുദ്ധിമുട്ടും മാറ്റങ്ങളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ജഡിക സഭ എല്ലാം ജഡികന്മാരായി മാറിയിരിക്കുന്നു, ആത്മീയരെ കാണാനില്ല. അപ്പം അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവും അപ്പോസ്തലന്മാരും പിതാവായ ദൈവവും പരിശുദ്ധാത്മാവും പറയുന്നു നമുക്കൊരു മടങ്ങി വരവ് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് മടങ്ങി വന്നാലോ? മടങ്ങി വന്നാൽ ആരെടുത്ത് വരണം? യേശു ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലേക്ക് വരണം. യേശു ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലേക്ക് മടങ്ങി വന്നാലോ നമുക്ക് വീണ്ടും പ്രാപിക്കാൻ പറ്റും. നമ്മൾ ഇന്ന് പോയതെല്ലാം നമുക്ക് തിരിച്ച് പ്രാപിക്കാൻ പറ്റും. കാരണം എന്താ? ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലേ ഉള്ളൂ. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലേ ഉള്ളു കാര്യങ്ങളല്ല. കർത്താവ് പറഞ്ഞെന്താണ്? എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ ബഹിഷ്കരിക്കും, എൻ്റെ നാമത്തിൽ പുതുഭാഷകൾ സംസാരിക്കും, എൻ്റെ നാമത്തിൽ രോഗിയുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. ഇതെല്ലാം കർത്താവ് പറഞ്ഞല്ലേ? അപ്പോൾ കർത്താവിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലേക്ക് നമ്മൾ മടങ്ങി വരേണ്ടത്. ഇതെല്ലാം പല നാമങ്ങളിലായിപ്പോയി. IPC നാമം, ന്യൂ ഇന്ത്യ നാമം, ചർച്ച് ഓഫ് ഗോഡിൻ്റെ നാമം, ഷാരോൺ നാമം, ബ്രദറൻ നാമം, അല്ലേ? അങ്ങനെ യഹോവ നാമം, ഇങ്ങനെയൊക്കെ പല നാമങ്ങളിലേക്കാണ് പോയിരിക്കുന്നത്. പക്ഷേ നമുക്കൊരു നാമവും പത്രോസ് പറഞ്ഞതാണ്, ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. യേശു ക്രിസ്തു എന്നൊരു നാമം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് രക്ഷിപ്പാനും ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ശക്തനായ ഒരു ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനെ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. മടങ്ങി വന്ന് നമ്മൾ അനുസരണമുള്ളവരായിരുന്നാൽ നമ്മൾ പ്രിയപ്പെട്ടവരെ നമ്മൾ നല്ല ഫലമുള്ളവരായി മാറും. ഇന്ന് ഫലമില്ല. ഇന്ന് തമ്മിൽ കണ്ട് കൂട്ടിയിടിച്ചാൽ പോലും മിണ്ടാത്ത സഹോദരന്മാരാണെന്നുള്ളത്. തമ്മിൽ ഇപ്പോഴും വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുത്തനെയും മുന്നോട്ട് വിടരുത് എന്നുള്ള നിലവാരത്തിൽ അവരെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരം ആവശ്യമാണ്. മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലേക്ക് മടങ്ങി വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്നാൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സ്തോത്രം.